ഇന്ന് ഞാനൊരു മെഷർമെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ എലാസ്റ്റിക് പാർട്ടുണ്ടല്ലോ, ഈ എലാസ്റ്റിക് പാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് എത്ര എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ നോർമലായിട്ടുള്ള ഒരാളതാണ് ഞാൻ പറയാം. ഓൾ റൗണ്ട് 38 നമുക്ക് കിട്ടിയത്. അപ്പോൾ 38 നമുക്ക് കിട്ടുമ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഓൾ റൗണ്ട് 9 വരിക. അപ്പം 9, 9, 20, 18, 30, 27, 4, 36 വരിക. അപ്പം നമ്മൾ 36 ആകുമ്പോൾ 9.5 എടുക്കുക. 9.5 എടുക്കുമ്പോൾ 9.5 നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. 9.5 അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു 4 5 ഇഞ്ച് പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം 38നെ 4 മടക്കുമ്പം അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് 9.5. അപ്പം 4 മടക്കിയിട്ട് 9.5 കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.5ൻ്റെ കൂടെ 4 കൂടി കൂട്ടുമ്പോൾ 13.5 നമുക്ക് കിട്ടുന്നത്. 13.5 നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും കൂടെ കൂട്ടിയിട്ട് അര ഇഞ്ച് കൂട്ടുമ്പോൾ 14 കിട്ടും. അപ്പം നമുക്ക് ടോട്ടൽ 14 കിട്ടുന്നത്. ഇത് നോർമലായിട്ടുള്ള ഒരാളെ അളവാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നോർമൽ മീൻസ് ഞാനൊരു എവറേജ് അളവുള്ള അളവാണ് പറയുന്നത്. അത് നമുക്ക് 14 വരിക. 14 പറയുമ്പോൾ 13.5 വന്നു. അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനും കൂടെ കൂട്ടിയിട്ട് 14 ഞാൻ എടുത്തിട്ടുണ്ട് എലാസ്റ്റിക്കിനത്. ഇത് ഞാനിപ്പോൾ നല്ല തടിയുള്ള ആൾക്കാരാണെങ്കിൽ അനുസരിച്ചിട്ടുള്ള അളവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോർമലായിട്ടുള്ള ഒരാളെ അളവ്. അപ്പം നമ്മൾ ആരത് ചെയ്യുന്നതാണെങ്കിലും ഓൾ റൗണ്ട് അരവണ്ണം എടുത്തിട്ട് അതിനെ 4 മടക്കുക. അതിന് 4 മടക്കുമ്പോൾ ഇപ്പം 40 കിട്ടുന്നതാണെങ്കിൽ ഓൾ റൗണ്ട് 40 കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് 10 കിട്ടുക. അപ്പോൾ 10, 20, 30, 40 അങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് 10 കിട്ടുക. അപ്പോൾ 10 കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുക, പ്ലസ് 4 ഇഞ്ച് കൂട്ടുക, പ്ലസ് 4 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് 14 കിട്ടുക. 10ൻ്റെ കൂടെ 4.5 ഇഞ്ച് കൂട്ടി, 4.5 ഇഞ്ച് കൂട്ടുമ്പോൾ അടിക്കാനും കൂടെ കൂട്ടിയിട്ട് അര ഇഞ്ച് കൂട്ടി, അപ്പം നമുക്ക് 15 കിട്ടുന്നത്. അപ്പോൾ 40 എടുക്കുമ്പോൾ നമുക്ക് 15 എലാസ്റ്റിക് വരുന്നത്. അടിച്ച് കഴിഞ്ഞിട്ട് 10ൻ്റെ കൂടെ 4.5 എടുത്തിട്ട് അതിൻ്റെ കൂടെ അര ഇഞ്ച് അടിക്കാനും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 15 കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ഈ 38 എടുക്കുന്ന ആളാണെങ്കിലും നല്ല ടൈറ്റ് വേണമെങ്കിൽ നമുക്ക് 14ന് 1 ഇഞ്ചോ അര ഇഞ്ചോ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടൈറ്റിൽ കിട്ടും. ഇതിൽ കുറച്ച് ലൂസ് ആവണമെങ്കിൽ ഇതിനോട് അര ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് എന്താക്കാം, ആ ഒരു രീതിയിൽ അങ്ങനെ കൂട്ടിയിട്ട് ചെയ്യാം. ഇതേപോലെ 40 എടുക്കുന്ന ആളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നല്ല ലൂസ് വേണമെങ്കിൽ ഈ പറഞ്ഞ 15ൻ്റെ കൂടെ അര ഇഞ്ചോ അതേപോലെ തന്നെ 1 ഇഞ്ചോ കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ടൈറ്റ് വേണമെങ്കിൽ അതിനോട് അര ഇഞ്ചോ 1 ഇഞ്ചോ കുറച്ചിട്ട് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഏതൊരാൾക്ക് എടുക്കുന്നുണ്ടെങ്കിലും ഓൾ റൗണ്ട് എടുക്കുക, അതിൻ്റെ 4 ഭാഗമാക്കിയിട്ട് കിട്ടുന്ന ഏതാണോ അത് എടുക്കുക, അതിൻ്റെ കൂടെ 4 5 കൂട്ടിയിട്ടാണ് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ അളവ് നോക്കാറ്.